ഹായ്, എൽസീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാലപ്പത്തിൻ്റെ ഒരു റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചു. ഒന്ന് രണ്ട് പേര് ചോദിച്ചു പാലപ്പത്തിൻ്റെ റെസിപ്പി ഇടാം. ഞാനതിന് വേണ്ടി ഇന്ന് എടുക്കുകയാണ്. ഇതുണ്ട്, പാലപ്പത്തിനായിട്ട് അരി കുതിർത്തരി, ഇരുനാഴി അരി കുതിർത്താണ്. അതിൻ്റെ കൂടെ സ്വല്പം ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അത് കുറച്ച് ഇട്ടു. ഒരു മുറി തേങ്ങ, ഒരു അരമുറിയേ ഉള്ളൂ, കരിക്ക വെടലയാണ്. അപ്പം അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലൊക്കെയാണ്. പിന്നെ കുറച്ച് ചോറ് കുറച്ച്, ശകലം പഞ്ചസാര, ഒരു 4 സ്പൂൺ പഞ്ചസാര, ചെറിയ സ്പൂണാണ്. കുറച്ച് ഉപ്പ് എല്ലാം കൂടെ നമുക്കിട്ട് ഇതൊന്ന് അരച്ചെടുക്കും. ഈ വെടലയുടെ തേങ്ങയുടെ വെള്ളം കൂടെ ഉണ്ടായിരുന്നു, അത് ഞാനങ്ങ് അരയ്ക്കുന്നതിനങ്ങ് ഒഴിക്കുകയാണ്. നമുക്കൊന്ന് അരയ്ക്കാം. വൃത്തിയായിട്ട് തന്നെ മാവ് അരച്ച് കഴിഞ്ഞു. നല്ല വൃത്തിയായിട്ട് അരയണം. നല്ലവണ്ണം അരഞ്ഞാൽ അപ്പത്തിന് നല്ല മൃദുലത കിട്ടത്തുള്ളൂ കേട്ടോ. നല്ലതായിട്ട് അരയണം. അരഞ്ഞെങ്കിലേ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഇത് നാളെ രാവിലെ നമ്മൾ എടുക്കും. നമ്മുടെ ഇന്നലെ അരച്ച് വെച്ച മാവ് പൊങ്ങി നമുക്കിനി ഇച്ചിരി ഉപ്പിട്ട്, ഇന്നലെ ഇച്ചിരി അരച്ചപ്പം ഇട്ടതാണ്, എന്നാലും ഒരു ശകലം കൂടെ നമുക്ക് ഉപ്പ് ഇടാം. ചമ്മന്തിയാണ് എടുക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: തേങ്ങ, ഉള്ളി, ഉപ്പ്, പിന്നെ കറിവേപ്പില, പിന്നെ മുളക് പൊടി കുറച്ച് സ്വല്പം. അത് നമുക്ക് ചേർക്കാം. ആദ്യം 3-4 ഉള്ളി മിക്സിയിലുള്ള 3-4 ഉള്ളി ഇട്ടു. അതിൻ്റെ തേങ്ങ ഇട്ടു. എളുപ്പമുള്ളൊരു സംഗതി, പെട്ടെന്ന് അപ്പത്തിനുണ്ടാക്കാൻ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനം. ശകലം ഒഴിച്ചു, കുറച്ച് മതിയാണ്. ചൂടായിട്ട് കടുകിട്ടു. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി, നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഉള്ളി
വരുന്നുണ്ട് ഒരു ബ്രൗണിഷ് കളർ. ഇനി നമുക്ക് ഈ തേങ്ങ അങ്ങോട്ട് ഇടാം. തീ ഒന്ന് സിമ്മയിലാക്കിയിട്ട് നമുക്ക് ഈ അരച്ചത് ഒന്നിടാം. ഒന്നിടുകയാണ്. നമ്മൾ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോഴത്തേന് തീ നമുക്ക് ഓഫ് ചെയ്യും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ പാലപ്പത്തിനുള്ള ചമ്മന്തി. ഇപ്പം നോയമ്പ് സമയമുണ്ട്, എല്ലാവരും ചോദിക്കും പാലപ്പത്തിന് എന്തോ കറിയെന്ന്. പക്ഷേ ഇത് കൂട്ടി ഒന്ന് കഴിച്ച് നോക്കണം പാലപ്പം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് പറയും നിങ്ങൾ പിന്നെയും നിങ്ങൾ ഉണ്ടാക്കും. കാരണം ഇവിടുത്തെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ എപ്പോഴും കറിയൊക്കെ വേണ്ടതാണ്. പക്ഷേ ഇത് കണ്ടാൽ പാലപ്പത്തിന് അവർക്ക് ഇത് മതി. പാലപ്പവും ചമ്മന്തി റെഡിയായി. കഴിക്കാം. ഓക്കെ.